ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാ വാർത്തയിലേക്ക് സ്വാഗതം. 2013 വഖഫ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല. കേസ് റദ്ദാക്കി ഹൈക്കോടതി. അനുമതിയില്ലാതെ ഭൂമി കൈവശം വെച്ചുവെന്ന വഖഫ് ബോർഡിന്റെ പരാതിയിലെടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. കോഴിക്കോട് മേരിക്കുന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലുണ്ടായിരുന്ന കേസാണ് ജസ്റ്റിസ് പി. വി. കുഞ്ഞികൃഷ്ണൻ റദ്ദാക്കിയത്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട 2013 നിയമഭേദഗതിക്കു മുൻകാല പ്രാബല്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് റദ്ദാക്കിയിരിക്കുന്നത്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏറെ തർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരമൊരു വിധിയുണ്ടായിരിക്കുന്നത്. 1999 സെപ്റ്റംബർ മുതൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണു വാടകയ്ക്ക് മേരിക്കുന്ന് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇതിന്റെ കരാർ സമയാസമയങ്ങളിൽ പുതുക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയാണെന്നും ഇതിനാൽ തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റണമെന്നും കെട്ടിടം ഉടമസ്ഥൻ പോസ്റ്റ് ഓഫീസ് അധികൃതരോട് ആവശ്യപ്പെട്ടു. മതിയായ സുരക്ഷ കെട്ടിടത്തിന് ഉണ്ടാകണമെന്ന നിബന്ധനയോടെ പോസ്റ്റ് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. 2005 ജൂണിലായിരുന്നു ഇത്. കെട്ടിടത്തിനു പുതിയ ഗ്രിൽ വെച്ച് നൽകാമെന്ന് ഉടമസ്ഥൻ 2006 ഓഗസ്റ്റിൽ പോസ്റ്റ് ഓഫീസിനെ അറിയിച്ചെങ്കിലും 2014 വരെ ഇത് നടപ്പാക്കിയില്ല. ഈ സമയം വരെ വാടകയും സ്വീകരിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം കെട്ടിടം ഉടമ വാടക സ്വീകരിക്കാതായി. പിന്നാലെ കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്റ് ഓഫീസിന് നോട്ടീസും അയച്ചു. ഇതിനൊപ്പം സ്ഥലം തിരിച്ചുപിടിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് വഖഫ് ട്രൈബ്യൂണലിലും സ്ഥലമുടമ പരാതി നൽകി. ട്രൈബ്യൂണൽ ഇതിനിടെ സ്ഥലമുടമയ്ക്ക് അനുകൂലമായി വിധി പറഞ്ഞെങ്കിലും പോസ്റ്റ് ഓഫീസിന്റെ അപ്പീലിൽ ഈ വിധി റദ്ദാക്കി. ഇതിനിടെയാണ് പോസ്റ്റ് ഓഫീസ് കടന്നു ഭൂമി കയ്യേറിയെന്നു കാട്ടി വഖഫ് ബോർഡ് സിഇഒ നോട്ടീസ് ഇറക്കുന്നത്. കേസ് വീണ്ടും ട്രൈബ്യൂണൽ മുമ്പാകെ എത്തി. 45 ദിവസത്തിനകം സ്ഥലമൊഴിയണമെന്ന് ട്രൈബ്യൂണൽ പോസ്റ്റ് ഓഫീസിന് നിർദ്ദേശം നൽകി. ഇതനുസരിച്ച് സ്ഥലം തേടി പോസ്റ്റ് ഓഫീസ് പത്രപരസ്യങ്ങൾ നൽകിയെങ്കിലും സ്ഥലം കിട്ടിയില്ല. ഇതിനു പിന്നാലെയാണ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ 2013 നിയമഭേദഗതി അനുസരിച്ചുള്ള വഖഫ് നിയമത്തിലെ വകുപ്പ് 52 അനുസരിച്ച് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വഖഫ് ബോർഡ് കോടതിയെ സമീപിക്കുന്നത്. ഇതിനെതിരെ പോസ്റ്റ് ഓഫീസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പോസ്റ്റ് ഓഫീസ് 1999 മുതൽ പ്രവർത്തിക്കുകയാണെന്നും നിയമഭേദഗതി വന്നത് 2013 ചൂണ്ടിക്കാട്ടിയ കോടതി ഈ വകുപ്പനുസരിച്ചുള്ള കേസ് നിലനിൽക്കില്ലെന്നും വ്യക്തമാക്കിയാണ് കേസ് റദ്ദാക്കിയത്. ചേലക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ച് പി. വി. അൻവർ എംഎൽഎയുടെ വാർത്താസമ്മേളനം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ പോലീസ് വിലക്ക് ലംഘിച്ച് പി. വി. അൻവർ എംഎൽഎയുടെ വാർത്താസമ്മേളനം. താൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് അൻവർ വാർത്താസമ്മേളനവുമായി മുന്നോട്ട് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് പോലീസ് തന്റെ വാർത്താസമ്മേളനം തടയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനം തുടരുന്നതിനിടെ പി. വി. അൻവറിനോട് ഇത് നിർത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ഉദ്യോഗസ്ഥരോട് അൻവർ തർക്കിച്ചു. തുടർന്ന് അൻവറിന് നോട്ടീസ് നൽകിയ ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങി. എന്തിനാണ് പിണറായി ഭയക്കുന്നതെന്ന് അൻവർ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഇന്ന് പ്രചരണം നടത്തരുതെന്ന് ചട്ടം പറയുന്നില്ല. കോൺഗ്രസിൽ നിന്ന് വന്ന ഏതോ ഒരു അലവലാതിയുമായി എന്തിനാണ് ഏറ്റുമുട്ടാൻ നിൽക്കുന്നത്? ചെറുതുരുത്തിയിൽ നിന്ന് കിട്ടിയ പണം ആരുടേതാണ്? ആർക്കായിരുന്നു അവിടെ ചുമതല? മരുമോനായിരുന്നില്ലേ ചുമതല? കോളനികളിൽ ഇടതുമുന്നണി പണം വിതരണം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് കവറിലാക്കി നൽകുന്നു. കവറിൽ പണം കൂടി വെച്ചാണ് കോളനികളിൽ സ്ലിപ്പ് നൽകുന്നത്. മദ്യവും പണവും ഒഴുക്കി വോട്ട് പിടിക്കുകയാണ് LDF എന്നും അൻവർ ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന പരമാവധി തുക. എന്നാൽ 3 മുന്നണികളും കൂടി 36 കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചത്. ഈ മണ്ഡലത്തിൽ ആരും ജയിക്കില്ല. തങ്ങൾ കോടതിയിൽ പോകും. ബൂത്ത് തിരിച്ച് ഓരോ പാർട്ടിയും ചെലവാക്കിയ തുകയുടെ കണക്ക് തന്റെ കൈയിലുണ്ടെന്നും അൻവർ പറഞ്ഞു. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധി അനുവദിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവ് ഇറക്കി. വയനാട് ലോക്സഭ, ചേലക്കര നിയമസഭ മണ്ഡലങ്ങളിലെ നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധി അനുവദിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവ് ഇറക്കി. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയുള്ളവർക്ക് വോട്ടെടുപ്പ് ദിവസം പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യാന് തൊഴിലുടമ പ്രത്യേക അനുമതി നൽകണം. IT, പ്ലാന്റേഷൻ ഉൾപ്പെടെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെ കാഷ്വല്, ദിവസവേതന തൊഴിലാളികൾക്കും വേതനത്തോടു കൂടിയ അവധി ബാധകമാണ്. റേഷൻ മസ്റ്ററിംഗ് ആപ്പ് പ്രവർത്തന സജ്ജമായി. മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് അഥവാ EKYC അപ്ഡേഷൻ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ വികസിപ്പിച്ചെടുത്ത മേര ഫേസ് ആപ്പ് പ്രവർത്തന സജ്ജമായി. ഇതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഫേസ് ID, മേര EKYC എന്നീ 2 ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് മേര ആപ്പ് ഓപ്പൺ ചെയ്ത് സംസ്ഥാനം തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ഇതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിൽ ലഭിക്കുന്ന OTP നൽകി ഫേസ് കാപ്ചർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. ആപ്പ് മുഖേന റേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. മേര ആപ്പ് ഉപയോഗിച്ച് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യും. മറ്റേതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ ഫീസ് ഈടാക്കി റേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന പക്ഷം വിവരം താലൂക്ക് സപ്ലൈ ഓഫീസിലോ ജില്ലാ സപ്ലൈ ഓഫീസിലോ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലോ അറിയിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണർ അറിയിച്ചു. മുലപ്പാൽ തൊണ്ടിയിൽ കുരുങ്ങി പിഞ്ചുകുഞ്ഞ് മരിച്ചു. മണ്ണാർക്കാട് മുലപ്പാൽ തൊണ്ടിയിൽ കുടുങ്ങി 85 ദിവസം പ്രായമായ ആൺകുഞ്ഞ് മരിച്ചു.
മുട്ടിക്കുളങ്ങര സ്വദേശി മാജു ഫഹദിന്റെയും ഹംനയുടെയും കുഞ്ഞാണ് മരിച്ചത്. രാവിലെ മുലപ്പാൽ കൊടുത്ത് ഉറക്കാൻ കിടത്തിയ ശേഷം കുറച്ചു കഴിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു. ഫറോക്കിൽ പാർട്ടി വിട്ട വനിതാ കൗൺസിലർക്ക് നേരെ ക്രൂരമായ ആക്രമണം. കോഴിക്കോട് ഫറോക്കിൽ പാർട്ടി വിട്ട വനിതാ കൗൺസിലർക്ക് നേരെ ക്രൂരമായ ആക്രമണം. ഫറോക്ക് നഗരസഭയിലെ RJD കൗൺസിലർ ഷനൂബിയ നിയാസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈയിടെ RJDയിൽ നിന്ന് മുസ്ലിം ലീഗിലെത്തിയ ഷനൂബിയ നിയാസിനെ ഇടത് കൗൺസിലർമാർ വളഞ്ഞിട്ട് ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിച്ച് ആക്രമിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിനിടെയാണ് സംഭവം. തുടർന്ന് UDF അംഗങ്ങൾ തടയുകയായിരുന്നു. നേരത്തെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായതായി ഷനൂബിയ പ്രതികരിച്ചു. CPM കൗൺസിലർമാരാണ് ഏറ്റവും മോശമായി പെരുമാറിയത്. കൗൺസിൽ തുടങ്ങാനിരിക്കെയാണ് LDF കൗൺസിലർമാർ മോശം മുദ്രാവാക്യങ്ങളുമായെത്തി അപമാനിച്ചത്. ശേഷം കയ്യാങ്കളിയുണ്ടാക്കി സ്ത്രീയെന്ന പരിഗണന പോലും നൽകാതെ ശാരീരികവും മാനസികവുമായി ആക്രമിച്ചുവെന്നും ഷനൂബിയ പറഞ്ഞു. സംസ്ഥാനത്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ രൂക്ഷ വിമർശനം. സംസ്ഥാനത്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തിന് CPM കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സുരേഷ് ഗോപിക്കും ഗോപാലകൃഷ്ണനെതിരെയും കേസെടുക്കുന്നില്ല. ചേലക്കരയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ന്യൂനപക്ഷ മോർച്ച ലഘുലേഖ വിതരണം ചെയ്തതിലും കേസില്ല. മുനമ്പത്തെ ഭൂപ്രശ്നത്തിൽ ഒരു മുസ്ലിം സംഘടനകളും നാട്ടുകാർക്കെതിരല്ല. 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാവുന്ന പ്രശ്നം സംഘപരിവാറിനു വേണ്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ്. വിഷയം കോടതിക്ക് പുറത്ത് സർക്കാരിന് തീർപ്പാക്കാവുന്നതാണെന്നും VD സതീശൻ പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതിക്കെതിരെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ചുവന്ന കൊടികുത്തിയ അതേ കായലിലാണ് ഇപ്പോൾ വിമാനമിറക്കിയത്. വിഴിഞ്ഞം റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ അങ്ങനെയല്ലെന്ന് പറയുന്നു. നാണമില്ലാതെ ഉപരോധം നടത്തിയവർ വിമാനത്തിലിരുന്ന് കൈവീശുകയാണ്. സർക്കാർ കുത്തിപ്പൊക്കിയ വിഷയമാണ് വഖഫ് വിഷയം. ക്രൈസ്തവ മുസ്ലിം വിഷയമുണ്ടാകാനാണ് സർക്കാർ ശ്രമം. ചെറുതുരുത്തിയിൽ പിടിച്ച പണം ഞങ്ങളുടേതല്ല. സ്പിരിറ്റ് കൊണ്ടുവന്ന് വോട്ട് പിടിക്കുകയാണെങ്കിൽ ഈ എക്സൈസ് മന്ത്രി രാജിവെച്ചു പോകണം. IAS ഉദ്യോഗസ്ഥർക്കിടയിലെ അടി സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇത് സർക്കാർ അറിയാതെയാണോ എന്ന് വ്യക്തമാകണം. സംഘപരിവാർ ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കാൻ ഏതോ കോണിൽ നിന്നും ആരോ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഗൗരവം ചോർത്താനാണോ പ്രശാന്തിന്റെ പേരിലുള്ള ആരോപണമെന്ന് സംശയിക്കുന്നു. ഇപ്പോൾ ഫയലെല്ലാം കിട്ടിയെന്ന് മന്ത്രി പറയുന്നുവെന്നും VD സതീശൻ വിമർശിച്ചു. പോസ്റ്റർ വിവാദം എകസിസിക് ബന്ധമില്ല. കത്തോലിക്ക കോൺഗ്രസ് കോടഞ്ചേരി യൂണിറ്റ് AKCC വയനാട് പാർലമെന്റ് ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ക്രിസ്ത്യാനി, എന്റെ വോട്ട് BJPക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. കോടഞ്ചേരി അങ്ങാടിയിൽ പലയിടത്തും ഇങ്ങനെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് മറ്റാരോ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താൻ സംഘടനയുടെ പേര് ഉപയോഗിച്ച് നടത്തിയതാണ്. ഇതിൽ കത്തോലിക്ക കോൺഗ്രസിനു യാതൊരു തരത്തിലുള്ള അറിവോ ബന്ധമോ ഇല്ല എന്ന് യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കരിമഠം, ട്രഷറർ ബിബിൻ കുന്നത്ത് എന്നിവർ അറിയിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രവർത്തന ഫണ്ട് സമാഹരിച്ച് നൽകി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് NSS വിദ്യാർത്ഥികൾ കോടഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രവർത്തന ഫണ്ട് നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ വിജോയി തോമസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് ജോസഫ് പാലക്കിൽ, സെക്രട്ടറി ജോസ് പട്ടേരിയിൽ എന്നിവർക്ക് സാന്ത്വന പരിചരണ ഫണ്ട് കൈമാറി. കോടഞ്ചേരിയിൽ 19 വർഷത്തോളമായി യാതൊരുവിധ പ്രതിഫലേച്ഛയുമില്ലാതെ ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായി നാളിതുവരെ 2575-ൽ പരം രോഗികൾക്ക് പാലിയേറ്റീവ് പ്രവർത്തകർ നൽകിവരുന്ന സാന്ത്വന പരിചരണമെന്ന മഹത്തായ സേവനം വിദ്യാർത്ഥികൾ മനസ്സിലാക്കി ബഹുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ 81 വോളണ്ടിയർമാർ സേവനം ചെയ്യുന്നു. വിവിധങ്ങളായ പരിചരണങ്ങൾക്ക് ഡോക്ടർ, നഴ്സ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുടെ സേവനങ്ങൾ രോഗികൾക്ക് സൗജന്യമായി നൽകി വരുന്നു. നിലവിൽ 405 രോഗികൾ പരിചരണത്തിലുണ്ട്. മാസം തോറും സുമനസ്സുകൾ നൽകിവരുന്ന സഹായം കൊണ്ടാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഓരോ വർഷവും രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചെലവുകൾ കൂടി വരികയാണ്. കഴിയുന്ന ചെറിയ തുകകൾ നൽകി ദുരിതമനുഭവിക്കുന്നവർക്ക് കൂട്ടിരിപ്പുകാരാകാനും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാവേണ്ടതാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഗ്രൂപ്പ് കമ്പനി, പട്രോൾ ലീഡേഴ്സ്, NSS ലീഡേഴ്സ്, ഗൈഡ് ക്യാപ്റ്റൻ ലീന സക്കറിയാസ്, NSS പ്രോഗ്രാം ഓഫീസർ അഖിൽ ടോം മാത്യു, സ്കൗട്ട് മാസ്റ്റർ ഷീൻ P ജേക്കബ് എന്നിവർ സ്കൂളിലെ പാലിയേറ്റീവ് പ്രവർത്തന ഫണ്ട് സമാഹരണത്തിന് നേതൃത്വം നൽകി. കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഫോറസ്റ്ററി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. കൂടത്തായി കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല കോഴിക്കോട് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനത്തോടനുബന്ധിച്ച് കൂടത്തായി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പുതുതായി ആരംഭിച്ച ഫോറസ്റ്ററി ക്ലബ്ബിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും തുഷാരഗിരി ഇക്കോ ടൂറിസം സെന്ററിൽ വെച്ച് നടന്നു. പ്രസ്തുത ചടങ്ങിൽ ശ്രീ ബിജേഷ് N, SFO സോഷ്യൽ ഫോറസ്റ്ററി കോഴിക്കോട് റേഞ്ച് സ്വാഗതവും, ശ്രീ സിനിൽ A, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡേഡ് അതറ അധ്യക്ഷതയും, ശ്രീമതി സിസിലി ജേക്കബ് കോടഞ്ചേരി 4ാം വാർഡ് മെമ്പർ ഉദ്ഘാടനവും നടത്തി. ശ്രീ വിഘ്നേഷ് N, തുഷാരഗിരി VSS സെക്രട്ടറി, ശ്രീ റെജി ജെ കരോട്ട്, ശ്രീ അജേഷ് K ആൻഡോ,
ശ്രീമതി സുമി ഇമ്മനുവൽ, ശ്രീ കെവിൻ ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ദേശീയ പക്ഷി നിരീക്ഷണ ദിനത്തോട് അനുബന്ധിച്ചു കുട്ടികൾക്ക് റിട്ടയേർഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ സുരേഷ് ടി ക്ലാസ് നൽകി. തുടർന്ന് കുട്ടികൾ തുഷാരഗിരി വനത്തിലൂടെ ട്രെക്കിംഗ് നടത്തി. ചടങ്ങിനു വിദ്യാർത്ഥി പ്രതിനിധി അതിൽ നിഷൻ നന്ദി പറഞ്ഞു. പുല്ലൂരാമ്പാറ പൊന്നാങ്കയം പ്ലാത്തോട്ടത്തിൽ ആഗസ്തിയുടെ ഭാര്യ ഏലിക്കുട്ടി 82 നിര്യാതയായി. പരേത പുഷ്പഗിരി പാലിയക്കുന്നേൽ കുടുംബാംഗമാണ്. മക്കൾ ലിസി, ഡോണി, ഷെല്ലി. മരുമക്കൾ ജോൺസൺ ചിരട്ടയിൽ, കോഴിക്കോട് ടെസ്സി, കുളമക്കാട്ട്, ജോസഫ് പ്രകാശ് തോട്ടുപുറത്ത്, നെല്ലിപ്പൊയിൽ. സംസ്കാരം ഇന്ന് 2024 നവംബർ 12 ചൊവ്വ വൈകിട്ട് 4 വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് പള്ളിയിൽ നടന്നു. പുന്നക്കൽ കുന്നുംപുറത്ത് ജെയിംസ് ചാക്കോച്ചൻ 78 അന്തരിച്ചു. ഭാര്യ തെയ്യാമ്മ തുറുവേലിക്കുന്നേൽ കുടുംബാംഗം. മക്കൾ പരേതനായ ഷാജു, ഷാലി, സജി, സാൻഡോ. മരുമക്കൾ ലീന മുതുപ്ലാക്കൽ, ആനക്കാമ്പുയിൽ, റോയി പുളിക്കക്കണ്ടത്തിൽ, കുളിരാമുട്ടി, ടിൻഡു പാറുകുന്നേൽ, കൂടരഞ്ഞി, CG പനന്താനത്ത്, ഈങ്ങാപ്പുഴ. സംസ്കാരം ഇന്ന് 2024 നവംബർ 12 ചൊവ്വ വൈകുന്നേരം 4 മണിക്ക് ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം വിളക്കാന്തോട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.